ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കാസർഗോട്ടുണ്ടായത് മണിക്കൂറുകൾ നീണ്ട മഴ. ശക്തമായ മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. ക്രിസ്തുമസ് പുതുവത്സര സീസൺ ആരംഭിച്ചതോടെ ട്രെയിൻ യാത്രാ ദുരിതം നേരിട്ട് മറുനാടൻ മലയാളികൾ. റിസർവ് ടിക്കറ്റ് വിറ്റ് തീർന്നതോടെ നാട്ടിലേക്ക് വരാൻ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് മലയാളികൾ വെയിറ്റിംഗിൽ തന്നെ. HVACR എംപ്ലോയീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. ആനന്ദാശ്രമം IMA ഹാളിലാണ് സമ്മേളനം നടന്നത്. കാസർഗോഡ് ജില്ലാ വ്യാപാരി വ്യവസായ സമിതി വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന കേക്ക് നിർമ്മാണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിൽ ഹെഡ്ലോഡ് ജനറൽ മസ്ദൂർ സംഘിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടും കാസർഗോഡും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. പെരുങ്കളിയാട്ടത്തിനൊരുങ്ങി തൃക്കരിപ്പൂർ രാമവല്യം കഴകം. പ്രധാന ചടങ്ങുകളുടെ തീയതികൾ തീരുമാനിക്കാനുള്ള പ്രശ്നചിന്ത നടന്നു. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ഹൊസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ P. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കാസർഗോട്ടുണ്ടായത് മണിക്കൂറുകൾ നീണ്ട മഴ. ശക്തമായ മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. ദേശീയപാതയിലും സർവീസ് റോഡുകളിലും വെള്ളം നിറഞ്ഞതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ബുധനാഴ്ച മുതൽ സാധാരണ കാലാവസ്ഥയിലേക്ക് മാറും. ഫിൻജാൻ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി കാസർഗോട്ടുണ്ടായത് മണിക്കൂറുകൾ നീണ്ട തോരാ മഴയാണ്. കനത്ത മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുകയും ചിലയിടങ്ങളിൽ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്തു. ദേശീയപാതയിലും സർവീസ് റോഡുകളിലും വെള്ളം നിറഞ്ഞതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കനത്ത മഴയിൽ മഞ്ചേശ്വരം താലൂക്കിലെ പ്രദേശങ്ങളിലാണ് കൂടുതലായും വെള്ളം കയറിയത്. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വെള്ളം കയറി. 50-ലേറെ വീടുകളിലെ സാധനങ്ങൾ വെള്ളം കയറി നശിച്ചു. ഹൊസങ്കടിയിൽ കനിലയിൽ 6 വീടുകളും ഉപ്പള ഗേറ്റിനടുത്തെ 40ഓളം വീടുകളിലും വെള്ളം കയറി. മുള്ളങ്കയിൽ ഒരു വീട്ടിലും കാർ ഷോറൂമിലും നായബസാറിലെ ടയർ കടകളിലും വെള്ളം കയറിയതായി നാട്ടുകാർ അറിയിച്ചു. ഉപ്പള ഗേറ്റിനടുത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ഈ വീടുകളിലെ ഉപകരണങ്ങൾക്കും ഫർണിച്ചറുകൾക്കും നാശം നേരിട്ടു. ഉപ്പള അഗ്നിരക്ഷാ കേന്ദ്രത്തിലും വെള്ളം കയറി. ഉൾപ്രദേശങ്ങളിലെ റോഡുകളിൽ വെള്ളം നിറഞ്ഞതിനാൽ യാത്ര തടസ്സപ്പെട്ടു. കനത്ത മഴയിൽ കാസർഗോഡ് നുള്ളിപ്പാടിയിൽ സർവീസ് റോഡിൽ സ്വകാര്യ ബസ് തെന്നിമാറി അപകട സാഹചര്യമുണ്ടായി. എന്നാൽ യാത്രക്കാർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. മാങ്ങാട് വയലിൽ വെള്ളം കയറി പച്ചക്കറി കൃഷിക്ക് നാശമുണ്ടായി. മഴ സാഹചര്യത്തിൽ മുൻകരുതലായി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച അവധി നൽകുകയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടുകയും ചെയ്തിരുന്നു. തീരദേശങ്ങളിലും മലയോരങ്ങളിലും ജാഗ്രത പാലിക്കുവാനും മത്സ്യത്തൊഴിലാളികൾ മീൻപിടുത്തത്തിന് പോകുവാൻ പാടുള്ളതല്ലെന്നും നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലയിൽ ക്വാറികളിലെ ഖനനവും നിർത്തിവെച്ചിരുന്നു. ഫെൻജൻ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ വടക്കൻ തമിഴ്നാടിനും തെക്കൻ കർണാടകയ്ക്കും മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം വടക്കൻ കേരളത്തിന് മുകളിലൂടെ സഞ്ചരിച്ച് കർണാടക തീരത്തിനും മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിനും മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയോടെയാണ് ന്യൂനമർദ്ദം കേരളത്തിലൂടെ കടന്നുപോയത്. ഈ സമയം മധ്യ വടക്കൻ കേരളത്തിനു പുറമെ മംഗലാപുരത്തും ശക്തമായ മഴ പെയ്തു. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ മഴ തുടരുവാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ബുധനാഴ്ച മുതൽ സാധാരണ കാലാവസ്ഥയിലേക്ക് മാറും. കേരളത്തിൽ ഇനി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ക്രിസ്തുമസ് പുതുവത്സര സീസൺ ആരംഭിച്ചതോടെ ട്രെയിൻ യാത്രാ ദുരിതം നേരിട്ട് മറുനാടൻ മലയാളികൾ. റിസർവ് ടിക്കറ്റ് വിറ്റുതീർത്ത് തീവണ്ടികൾ ആഘോഷം പൊടിപൊടിക്കുമ്പോൾ കേരളത്തിലേക്ക് വരാൻ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് മലയാളികൾ ഇപ്പോഴും വെയിറ്റിംഗിൽ തന്നെ. സീസൺ കണക്കിലെടുത്ത് പ്രത്യേക തീവണ്ടികൾ അനുവദിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് ട്രെയിൻ ടിക്കറ്റ് ഇല്ലാതെ ആയിരക്കണക്കിന് മലയാളികളാണ് ദുരിതത്തിലായത്. റിസർവ് ടിക്കറ്റ് വിറ്റുതീർത്ത് തീവണ്ടികൾ ക്രിസ്തുമസ് ആഘോഷം പൊടിപൊടിക്കുമ്പോൾ കേരളത്തിലേക്ക് വരാൻ കാത്തുനിൽക്കുന്ന ആയിരക്കണക്കിന് മലയാളികൾ വെയിറ്റിംഗിൽ തന്നെ.
മുംബൈ, ഡൽഹി, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് ഡിസംബർ 20-ന് ശേഷം കൺഫേം ടിക്കറ്റ് ലഭിക്കാനേയില്ല. ചെന്നൈ, തിരുവനന്തപുരം മേലിൽ സ്ലീപ്പർ വെയിറ്റ് ലിസ്റ്റ് 25 വരെ 200-ന് മുകളിലെത്തി. അനന്തപുരി എക്സ്പ്രസിൽ 23-ന് വെയിറ്റ് ലിസ്റ്റ് 400 കടന്നു. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഐലൻഡ് എക്സ്പ്രസ്, മൈസൂരു കൊച്ചുവേളി എക്സ്പ്രസ്, ഹൈദരാബാദിൽ നിന്നും കേരളത്തിലേക്കുള്ള ശബരി എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്ക് 25 വരെ റിസർവ്ഡ് ടിക്കറ്റ് ലഭിക്കാനില്ല. മുംബൈ, ഡൽഹി, ബംഗളൂരു തുടങ്ങി പ്രധാന ഇടങ്ങളിൽ നിന്ന് പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യമാണ് യാത്രക്കാരിൽ നിന്നും ഉയരുന്നത്. ഇതൊരു ഒരു 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 എല്ലാ സന്ദർഭങ്ങളിലും, എല്ലാ ആഘോഷവേളകളിലും, എല്ലാ പുതുവത്സര സന്ദർഭങ്ങളിലും എല്ലാം തന്നെ ഉയർന്നു വരുന്ന പ്രശ്നമാണ്. പക്ഷേ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. തീർച്ചയായിട്ടും ശാശ്വതമായ പരിഹാരം എന്ന് പറയുമ്പോൾ ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ ഇത്. കാരണം ഇന്ന് സാധാരണ ദിവസങ്ങളിൽ, ഇപ്പോൾ ആഘോഷ ദിവസങ്ങളിൽ മാത്രമല്ല, സാധാരണ ദിവസങ്ങളിൽ തന്നെ ട്രെയിൻ സർവീസ് കിട്ടുന്നില്ല. കഴിഞ്ഞ മാസങ്ങളിൽ പോലും, ഇപ്പോൾ നവംബർ മാസങ്ങളിൽ പോലും ടിക്കറ്റ്, തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ടിക്കറ്റുകൾ വളരെ നേരത്തെ ക്ലോസ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രഭാതങ്ങളിൽ നമുക്ക് കിട്ടുന്ന തക്താൽ ടിക്കറ്റുകൾ, ആ തക്താൽ ടിക്കറ്റുകളിൽ കിട്ടാനുള്ള പ്രയാസങ്ങൾ, അത് സാധാരണ അതിൽ തന്നെ ഏജൻറ്റുമാരുടെ ചൂഷണവുമുണ്ട്. തക്താൽ ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തു വെച്ച് യാത്രക്കാരുടെ ഈ ഇത് ഉപയോഗപ്പെടുത്തി ഏജൻറ്റുമാരുടെ വഴി എടുക്കുന്ന സംവിധാനങ്ങളുമുണ്ട്. അത് കുറേയൊക്കെ അതിലിടപെടലുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതെല്ലാം തന്നെ യാത്രക്കാരെ വളരെ നന്നായി ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഈ തത്കാൽ ടിക്കറ്റുകളുടെ എണ്ണം കൂട്ടുന്നതോടൊപ്പം തന്നെ മറ്റ് ട്രെയിനുകൾ റിസർവേഷൻ ട്രെയിനുകളും മറ്റ് റിസർവേഷൻ കോട്ട കൂട്ടണം. എല്ലാ സ്റ്റേഷനിലും. ഇപ്പോൾ സ്റ്റേഷൻ ഓൺലൈനായതുകൊണ്ട് ഓരോ സ്റ്റേഷനിലെയും കോട്ട എന്ന് പറയാൻ കഴിയില്ല. എല്ലാവർക്കും ഓൺലൈനിൽ എവിടെ വെച്ചും എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ട്രെയിനുകൾ വർദ്ധിപ്പിക്കുക, സ്പെഷ്യൽ ട്രെയിനുകൾ കൂട്ടുക, ഉള്ള ട്രെയിനുകളുടെ കോച്ചുകൾ വർദ്ധിപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ് അടിസ്ഥാനപരമായി നമുക്ക് ചെയ്യേണ്ടത്. പക്ഷേ അതിലും നമുക്ക് പ്രയാസങ്ങളുണ്ട്. അതിലും യാത്രക്കാരുടെ എണ്ണം ദിവസേനയാക്കി വർദ്ധിപ്പിച്ചാൽ, തീർച്ചയായും സ്റ്റോപ്പുകൾ കൂട്ടുകയും ചെയ്താൽ തീർച്ചയായും ഈ ഒരു പരിധിവരെ അൺറിസർവ്ഡ് റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യുന്ന സാധാരണ യാത്രക്കാർക്ക് ഒരു വലിയ ഉപകാരമായി അന്ത്യോദയ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലക്കുള്ളൊരു ചിന്താഗതി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ദീർഘദൂര യാത്ര എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം, മംഗലാപുരം മാത്രമല്ല, ബാംഗ്ലൂർ, അതേപോലെ തന്നെ ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുമുള്ള നമ്മുടെ യാത്രാ പ്രശ്നങ്ങളും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളവർ വരാൻ കാത്തു നിൽക്കുന്നവർ വളരെയേറെയുണ്ട്. മലയാളികൾക്ക് പുതുവത്സരവും ആഘോഷിക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ നാട്ടിലേക്ക് വരുന്നവരും, അതേപോലെ തന്നെ പുതുവത്സര ആഘോഷങ്ങൾക്കായി നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരുമായി ഈ രണ്ട് ഭാഗത്തേക്കും യാത്രാ തിരക്കുകൾ വർദ്ധിക്കുന്ന ഒരു അപൂർവമായ സന്ദർഭമാണ് ക്രിസ്മസും ന്യൂ ഇയറും പുതുവത്സരത്തിനുമെല്ലാം തന്നെ. അതിപ്പോൾ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ വളരെ നേരത്തെ, പഴയ പോലെയല്ല, ഇപ്പോൾ യാത്രക്കുള്ള ഒരുക്കങ്ങൾ വളരെ നേരത്തെ തന്നെ ചെയ്യുന്നുണ്ട്. 60 ദിവസം മുമ്പാണ് നമുക്ക് റിസർവേഷനുള്ള സമയം. തീർച്ചയായും ഏതാണ്ട് ആളുകൾ അവർക്ക് ആവശ്യമുള്ള ഇതൊക്കെ വളരെ നേരത്തെ തന്നെ അറിയാവുന്നവർ ഓൺലൈൻ വഴിയായും അല്ലാതെയും എടുത്തിട്ടുണ്ട്. ഇനി തക്താൽ ടിക്കറ്റുകൾ മാത്രമാണ് പ്രതീക്ഷ. തക്താൽ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്രാവശ്യം ഓണത്തിനും മറ്റൊക്കെ സ്പെഷ്യൽ ട്രെയിനുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും പ്രായോഗികമായിരുന്നില്ല. വളരെ അവസാന നിമിഷങ്ങളിൽ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകളൊന്നും തന്നെ യാത്രക്കാർക്ക് ഉപകരിക്കുന്നില്ല. വളരെ നേരത്തെ തന്നെ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കുകയും സ്പെഷ്യൽ ട്രെയിനുകൾ യാത്രക്കാർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനം, ബുക്കിങ്ങിനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്താൽ ഇത് കുറേ കൂടി ഫലപ്രദമായി ചെയ്യാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ റിസർവേഷൻ്റെ പ്രശ്നം വെച്ചാൽ വന്ദേ ഭാരത് ട്രെയിനുകളാണ്. വന്ദേ ഭാരതം ഈ പറഞ്ഞതുപോലെ അന്ത്യോദയ പോലെ നിശ്ചിത സ്റ്റേഷനുകളിൽ മാത്രമേ നിർത്തുന്നുള്ളൂ. കാസർഗോഡ്, കാഞ്ഞങ്ങാട്ടുള്ള ഒരു യാത്രക്കാരനെ കാസർഗോഡ് പോകണം യാത്ര ചെയ്യാൻ വേണ്ടി. അതേപോലെ തന്നെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള യാത്രാ സംവിധാനങ്ങൾ വേണം. തിരുവനന്തപുരം, മംഗളൂരു, തിരുവനന്തപുരം, കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസിനും റിസർവ് ടിക്കറ്റ് മുഴുവൻ വിറ്റ് തീർന്നു. ശബരിമല സീസൺ കൂടി കണക്കിലെടുത്ത് ഈ പാതയിൽ അധിക സർവീസ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അതേസമയം ബസ് സർവീസുകൾ നിരക്കുകൾ കുത്തനെ കൂട്ടിയതും തിരിച്ചടിയായിട്ടുണ്ട്. കർണാടക RTC പ്രത്യേക സർവീസ് ഓടിക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. HVACR എംപ്ലോയീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. അനന്താശ്രമം IMA ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിംഗ് ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം IMA ഹൗസിൽ നടന്നു. M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു.
സാധാരണ പറയാറുള്ളത് പോലെ ഒരു ഈർക്കിൽ നമുക്ക് പെട്ടെന്ന് ഒടിച്ച് 2 കഷ്ണം. പക്ഷെ ഈർക്കിൽ കുറേ ചേർത്തൊരു ചൂലാക്കി മാറ്റിയാൽ അതിനെ കൊണ്ട് ഒടിക്കാൻ കഴിയും. അതുപോലെയാണ് സങ്കടം. ഒറ്റക്ക് അല്ലേ, ഒരാൾ എന്നുള്ള രീതിയിൽ അവിടെ പ്രതികരിച്ചിട്ട് കേൾക്കാൻ പോകുന്നില്ല. മറിച്ച് എല്ലാവരും ചേർന്ന് നമുക്ക് ഇടപെട്ടാൽ അതിന് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങൾ 10 വർഷമായി വർക്ക് ചെയ്യും. 10 വർഷത്തോളം വർക്ക് ചെയ്ത് എത്രത്തോളം നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാനും മുന്നോട്ട് കുതിക്കാനും കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന മേഖലയിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ ഗിവ് ആൻഡ് ടേക്ക്, അതാണല്ലോ അല്ലേ ഏറ്റവും പ്രധാനം. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ജില്ലാ പ്രസിഡന്റ് അമീർ അലി PA അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വിജയൻ കരിച്ചേരി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ശിവകുമാർ N, സംസ്ഥാന സെക്രട്ടറി മനോജ് KR, സംസ്ഥാന ട്രഷറർ റൂബി S, സംസ്ഥാന കമ്മിറ്റി അംഗം കിഷോർ കുമാർ S, ജില്ലാ ട്രഷറർ മുഹമ്മദ് അഷ്റഫ് TA, കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ, കാഞ്ഞങ്ങാട് താലൂക്ക് പ്രസിഡന്റ് സുജിത് കുമാർ, മഞ്ചേശ്വരം താലൂക്ക് പ്രസിഡന്റ് ശശാങ്ക് പണ്ഡിറ്റ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിജീഷ് കുമാർ PP സ്വാഗതവും വൈസ് പ്രസിഡന്റ് വിഘ്നേശൻ D നന്ദിയും പറഞ്ഞു. അജാനൂർ FHC DLO ഡോക്ടർ അനിൽകുമാർ R ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ വ്യാപാരി വ്യവസായി സമിതി വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന കേക്ക് നിർമ്മാണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഹൊസ്ദുർഗ് കൈറ്റ് ബീച്ചിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി വനിതകൾ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി സമിതി കാസർഗോഡ് ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വനിതകൾക്കായി കേക്ക് നിർമ്മാണ ക്ലാസ് സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് C അനിത ഉദ്ഘാടനം ചെയ്തു. സമിതി ജില്ലാ പ്രസിഡന്റ് PK ഗോപാലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സൗമ്യ K അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ A ശബരീശൻ, KV സുകുമാരൻ, KV ദിനേശൻ, VK ഗോപാലൻ, ഏരിയ കമ്മിറ്റി അംഗം മധു, സോണിയ ജോസഫ്, സുനിത, ഷൈമ, ശാലിനി, ശ്യാമ N എന്നിവർ സംസാരിച്ചു. സജിത സരൽ വാഴുന്നൂറടി, ഷിബ്ന B കാഞ്ഞങ്ങാട് എന്നിവർ ക്ലാസ് എടുത്തു. പുതിയ സംരംഭക സാധ്യതകളെക്കുറിച്ച് PFME DRP CK വിജയൻ വിശദീകരിച്ചു. ജില്ലാ സെക്രട്ടറി ലിജു അബൂബക്കർ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം രജിത നന്ദിയും പറഞ്ഞു. ക്ലാസിൽ നിരവധി വനിതകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം,
Contact 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്ര ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. DTC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ ആരോഗ്യപരിപാലന രംഗത്ത് കൃത്യമായ രോഗനിർണയം ചികിത്സയോളം പ്രാധാന്യമുള്ളതാണ്. വടക്കേ മലബാറിൽ അതിനൂതന ലാബ് സൗകര്യങ്ങളോട് കൂടി അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗകര്യവും മികച്ച ഫാർമസിയും 24 മണിക്കൂർ പ്രവർത്തന സജ്ജമായ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച അഡ്വാൻസ്ഡ് 1.5 ടെസ്ല MRI സ്കാനിംഗ് സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. 1.5 ടെസ്ല സംവിധാനത്തിൽ സിഗ്നൽ ടു നോയിസ് അനുപാത മികവ്, വ്യക്തതയോടുകൂടിയ പരിശോധനാ ഫലം ലഭ്യമാകുന്നു. വിദഗ്ധരായ മെഡിക്കൽ ഇമേജിംഗ് ടെക്നീഷ്യന്മാരുടെ സേവനത്തോടെ ഇനി പരിശോധനകൾ കൃത്യവും എളുപ്പവുമാകട്ടെ. DDC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ, ഓപ്പോസിറ്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, തോയമൽ, കാഞ്ഞങ്ങാട്. ഫോൺ 8848628282. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് ജില്ലയിൽ ഹെഡ്ലോഡ് ജനറൽ മസ്ദൂർ സംഘിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടും കാസർഗോട്ടും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഡിസംബർ 5-ന് ചുമട്ടുതൊഴിലാളികൾ നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1978 കാലഹരണപ്പെട്ട ചുമട്ടുതൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക, ചുമട്ടുതൊഴിലാളികളെ ചൂഷണത്തിൽ നിന്നും മുക്തരാക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ വിതരണം ചെയ്യുക, തൊഴിലാളികൾക്ക് ESI നിയമം നടപ്പിലാക്കുക, ചുമട്ടുതൊഴിലാളികൾക്ക് നിയമസംരക്ഷണം ഉറപ്പാക്കുക, സ്കാറ്റേർഡ് രജിസ്ട്രേഷൻ പുനരാരംഭിക്കുക, തൊഴിലാളികളുടെ കയറ്റിറക്ക കൂലി വർധനവ് നടപ്പിലാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഡിസംബർ 5-ന് ചുമട്ടുതൊഴിലാളികൾ സമരം നടത്തുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഹെഡ്ലോഡ് ജനറൽ മസ്ദൂർ സംഘിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാടും കാസർഗോഡും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും കാഞ്ഞങ്ങാട്ട് പ്രകടനവുമാണ് നടത്തുന്നത്. കാഞ്ഞങ്ങാട്ട് പുതിയ കോട്ടയിൽ നിന്ന് പ്രകടനം ആരംഭിച്ച് ബസ് സ്റ്റാൻഡിൽ സമാപിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. അന്നേ ദിവസം BMSന്റെ നേതൃത്വത്തിൽ, ചുമട്ടുതൊഴിലാളി ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘം BMSന്റെ നേതൃത്വത്തിൽ കാസർഗോഡും കാഞ്ഞങ്ങാടും 2 പരിപാടിയായിട്ടാണ് നടത്തുന്നത്. കാസർഗോഡ് ഹെഡ്ലോഡിൻ്റെ BMSന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും, താലൂക്ക് ഓഫീസിൻ്റെ മുമ്പിലേക്ക് മാർച്ചും ധർണയും നടത്തുകയാണ്. 300ഓളം തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് കാസർഗോഡ് പരിപാടി നടത്തും. കാഞ്ഞങ്ങാട്ട് പുതിയ കോട്ടയിൽ നിന്നും കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലേക്ക് ചുമട്ടുതൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തുകയാണ്. ഈ 2 പരിപാടി നടത്തിക്കൊണ്ട് കേരളത്തിലെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചുമട്ടുതൊഴിലാളികൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഹെഡ്ലോഡ് ജനറൽ മസ്ദൂർ സംഘം ജില്ലാ പ്രസിഡന്റ് KV ബാബു, യൂണിയൻ ജില്ലാ സെക്രട്ടറി ദിനേശ് ബംബ്രാണ, ട്രഷറർ ദിലീപ് ഡിസൂസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ രാമവല്യം കഴകത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങുകളുടെ തീയതികൾ തീരുമാനിക്കാനുള്ള പ്രശ്നചിന്ത നടന്നു. തളിപ്പറമ്പ് അരങ്ങാനം വിജയൻ ജ്യോത്സ്യരുടെ നേതൃത്വത്തിൽ ജന്മകണിശൻ ബാബു ജ്യോത്സ്യരുടെ സാന്നിധ്യത്തിലാണ് പ്രശ്നചിന്ത നടന്നത്. കഴകത്തിൽ നടന്ന പ്രശ്നചിന്തയിൽ 2025 ഫെബ്രുവരി 24 തിങ്കളാഴ്ച പെരുങ്കളിയാട്ടത്തിന്റെ മുന്നോടിയായുള്ള വരച്ചുവെക്കൽ ചടങ്ങ് നടത്തുവാൻ തീരുമാനിച്ചു. ചടങ്ങിൽ രാമവല്യം കഴകം, 5 കീഴ്ഘടക ക്ഷേത്രങ്ങൾ, കുഞ്ഞിമംഗലം വടക്കൻകൂവൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ സ്ഥാനികരും കഴകം ഭാരവാഹികളും പെരുങ്കളിയാട്ട സംഘാടക സമിതി ഭാരവാഹികളും കീഴ്ഘടക ക്ഷേത്ര ഭാരവാഹികളും അവകാശി തറവാട് പ്രതിനിധികളും ഭക്തജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
4 പതിറ്റാണ്ട് മുൻപ് 10ാം തരത്തിൽ ഒരുമിച്ച് പഠിച്ച സതീർത്ഥരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കൂട്ടായ്മയുടെ 10ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചെറുവത്തൂർ കാടങ്കോട് സ്കൂളിലെ 1979 വർഷത്തെ 10ാം തരം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ മഷിപ്പച്ചയുടെ വാർഷികം രക്ഷാധികാരി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ 50 പിന്നിട്ട അമ്മമാരുടെ തിരുവാതിരക്കളിയും വിവിധ മേഖലകളിൽ നേട്ടം കൊയ്തവർക്ക് ആദരവും സ്കൂൾ കായികമേളയിലെ സംസ്ഥാന ജേതാക്കൾക്ക് അനുമോദനവും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ചെറുവത്തൂർ തേജസ്വിനി റെസിഡൻസിയിൽ നടന്ന 10ാം വാർഷികാഘോഷ പരിപാടി രക്ഷാധികാരി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പരീക്ഷകൾ പലരുണ്ടാവാം എല്ലാം തെറ്റിനിരുത്തിക്കൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയുമ്പോൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടികൾ അറിയിക്കുകയാണ്. അതേപോലെ മാറി നിൽക്കുന്ന ഒരുപാട് സഹപാഠികളുണ്ട്. അവരെയും കൂടി ഇതിൽ പങ്കാളികളാക്കിക്കൊണ്ട് നമ്മൾ നശിപ്പിച്ച ഈ കൂട്ടായ്മ ഇനിയും വളരെയധികം ഇതിൽ കൂടുതൽ ഉഷാറാക്കിക്കൊണ്ട് നടത്താൻ എല്ലാ സാഹചര്യം ചുറ്റുപാടുകൾ ഉണ്ടാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മഷിപ്പച്ച പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. പി മുഹമ്മദ് ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി. സംഗീത സംവിധായിക സിന്ധു കൊടക്കാട് മുഖ്യാതിഥിയായി. സെക്രട്ടറി KV ഇന്ദിര, ട്രഷറർ K ശ്യാമള, ശ്രീലത, AV മുരളീധരൻ, MP ജയരാജ്, രാഘവൻ വയലിൽ, MK ബാബുരാജ്, ശ്രീലത, PP പീതാംബരൻ, രാമകൃഷ്ണൻ വെങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. സംഗീത സംവിധായിക സിന്ധു കൊടക്കാട് കായികമേളയിൽ സംസ്ഥാനതല നേട്ടം കൊയ്ത T സോന മോഹൻ, ഹെലിൻ എലിസബത്ത്, ജുവൽ മുകേഷ്, പാർവണ ജിതേഷ് എന്നിവർക്ക് അനുമോദനവും നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പൈവളികെ സാദാത്ത് മഖാമുറൂസ് ഡിസംബർ 4 ആരംഭിക്കും. പൈവളികെ സാദാത്യങ്ങളുടെ സ്മരണാർത്ഥം 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള സാദാത്ത് മഖാമുറൂസ് ഇത്തവണയും വിപുല പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു. പൈവളികെ സാദാത്ത് മഖാമുറൂസ് ഡിസംബർ 4 മുതൽ 8 വരെ പൈവളികെ മർഹൂം സയ്യിദ് അബ്ദുള്ള തങ്ങൾ നഗറിൽ നടക്കും. പൈവളികെ സാദാത്യങ്ങളുടെ സ്മരണാർത്ഥം 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള സാദാത്ത് മഖാമുറൂസ് ഇത്തവണയും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും. സിയാറത്തോടുകൂടി പരിപാടികൾ ആരംഭിക്കുമെന്നും സിയാറത്തിന് സയ്യിദ് കോയക്കുട്ടി തങ്ങൾ അൽ ബുഖാരി ഉപ്പള നേതൃത്വം നൽകുമെന്നും പൈവളികെ സാദാത്ത് മഖാമുറൂസ് സമിതി ഭാരവാഹികൾ അറിയിച്ചു. 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള സാദാത്ത് മഖാമുറൂസ് 2024 ഡിസംബർ 4 മുതൽ 8 വരെ മർഹൂം സയ്യിദ് അബ്ദുള്ള തങ്ങൾ നഗറിൽ വെച്ച് കൊണ്ടാടുകയാണ്. 4-ാം തീയതി നടക്കുന്ന പതാക ഉയർത്തൽ ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കോയ തങ്ങൾ അവറുകൾ നിർവഹിക്കുകയാണ്. മക്കാം സിയാറത്തിന് ബഹുമാനപ്പെട്ട കോയക്കുട്ടി തങ്ങൾ നേതൃത്വം നൽകും. തുടർന്ന് നടക്കുന്ന ആദ്യത്തെ ദിവസം ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ പരിപാടിക്ക് രാത്രി 8 മണിക്കുള്ള പരിപാടിക്ക് ഉദ്ഘാടന സംഗമത്തിൽ നിർവഹിക്കുകയാണ്. അതുപോലെ തന്നെ തുടക്കത്തിലുള്ള പ്രഭാഷണം അനീഫ് നിസാമി മുഗ്രാൽ നിർവഹിക്കും. അതുപോലെ തന്നെ സമാപന ദിവസത്തിലായി നടക്കുന്ന സമാപന സംഗമത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി പ്രഭാഷണം നടത്തുകയാണ്. സാദാത്ത് മഖാമുറൂസിന്റെ അവസാന ദിവസം സ്നേഹസംഗമവും അന്നദാനവും നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത്
അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കോട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ. എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ P. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ P. അജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പോലീസും എക്സൈസും ഒക്കെ വിചാരിച്ചതിനപ്പുറത്തേക്ക് ഈ ലഹരികൾ കടന്നുപോയിരിക്കുകയാണ്. അതുകൊണ്ട് പോലീസ് സംവിധാനത്തിന്റെ ഉദ്യോഗസ്ഥനെന്ന നിങ്ങളുടെ എനിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്, ഞങ്ങളുടെ പോരാട്ടത്തിൽ നിങ്ങളും കൂടി പങ്കാളികളാവണം. നിങ്ങളുടെ ഈ കൂട്ടായ്മ, ഈ ക്ഷേത്രത്തിന്റെ കൂട്ടായ്മ, നിങ്ങൾ ഏറ്റവും ആദ്യം ശബ്ദം ചെയ്യുന്നത് എന്റെ നാട്ടിലേക്ക്, എന്റെ പ്രദേശത്തേക്ക്, എന്റെ ക്ഷേത്രത്തിന്റെ കമ്മിറ്റികളിലേക്ക് മയക്കുമരുന്ന് ലഹരി കടന്നു വരാത്ത വിധത്തിൽ അതിനെ ചെറുക്കാനുള്ള ഒരു ചങ്കൂറ്റവും ആവശ്യവും കാണിക്കാൻ അതിന്റെ പ്രജകളോട് നിങ്ങൾ ആവശ്യപ്പെടണം. ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കും. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളും കലാകായിക മേഖലകളിലും മറ്റ് രംഗങ്ങളിലും കഴിവ് തെളിയിച്ചവരും അനുമോദനം ഏറ്റുവാങ്ങി. കൂടാതെ ക്ഷേത്ര പ്രസിഡന്റായും പുനഃപ്രതിഷ്ഠാ ചെയർമാനായും പ്രവർത്തിച്ച P. കുഞ്ഞാമൻ പൊയ്യക്കര, മുൻ കൂട്ടായിക്കാരായ അച്യുതൻ കൊളവയൽ, K. കുഞ്ഞിക്കണ്ണൻ, രാജ്യസേവനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട KP. ധനുഷ് രാജ് എന്നിവരെയും ആദരിച്ചു.
ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജനാർദ്ദനൻ കുന്നരുവത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ പി അജിത് കുമാറിനെ ആദരിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജനാർദ്ദനൻ കുന്നരുവത്ത് ഷോൾ അണിയിക്കുകയും സെക്രട്ടറി ടി കെ ദിനേശൻ ഉപഹാരം കൈമാറുകയും ചെയ്തു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ദാമോദരൻ മീത്തൽ, മാതൃസമിതി സെക്രട്ടറി കാവ്യ വിനോദ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി ടി കെ ദിനേശൻ സ്വാഗതവും ഗജാഞ്ചി രാജേഷ് മീത്തൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗ്രാൻഡ്മ പുരുഷ സ്വയം സഹായ സംഘം മുണ്ടയന്മാർ കടവിന്റെ നേതൃത്വത്തിൽ എരളാൽ മുതൽ കാലിച്ചാനടുക്കം ടൗൺ വരെ ശുചീകരിച്ചു. കിലോമീറ്ററുകളോളം റോഡിന്റെ കാഴ്ച മറച്ചു നിറഞ്ഞു നിന്ന കാട് ഉൾപ്പെടെ വെട്ടിത്തെളിച്ചാണ് പാതയോരം വൃത്തിയാക്കിയത്. കായക്കുന്നിന്റെ യുവത്വം മുന്നിട്ടിറങ്ങി പാതയോരം ശുചീകരിച്ചു. ഗ്രാൻഡ്മ പുരുഷ സ്വയം സഹായ സംഘം മുണ്ടയാന്മാർ കടവിന്റെ നേതൃത്വത്തിൽ എരളാൽ മുതൽ കാലിച്ചാനടുക്കം ടൗൺ വരെയാണ് ശ്രമദാനം നടത്തിയത്. കിലോമീറ്ററുകളോളം റോഡിന്റെ കാഴ്ച മറച്ച് നിറഞ്ഞു നിന്ന കാടുകൾ വെട്ടിത്തെളിച്ചാണ് പാതയോരം വൃത്തിയാക്കിയത്. ഗ്രാൻഡ്മ പുരുഷ സ്വയം സഹായ സംഘം സെക്രട്ടറി സനൽകുമാർ, പ്രസിഡന്റ് അഗസ്റ്റിൻ, മെമ്പർമാരായ പ്രദീപ്, സനൽ, ശ്രീജിത്ത്, വിജയൻ, സജിത്ത്, പ്രജീഷ്, സുജിത്ത്, സുനിൽ, അഗസ്റ്റിൻ, വിനീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുല്ലൂർ മാച്ചിപ്പുറം ശ്രീ ചാമുണ്ടേശ്വരി ഗുളികൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായാണ് മഹോത്സവം നടന്നത്. 2 ദിവസങ്ങളിലായി പുല്ലൂർ മാച്ചിപ്പുറം ശ്രീ ചാമുണ്ടേശ്വരി ഗുളികൻ ദേവസ്ഥാനത്ത് നടന്ന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. പടിഞ്ഞാർ ചാമുണ്ടിയമ്മ, ഗുളികൻ എന്നീ തെയ്യങ്ങൾ കെട്ടിയാടി. തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട സന്നിധിയിൽ എത്തിച്ചേർന്നത്. ഭക്തർക്ക് അന്നപ്രസാദവും നൽകി. മഹോത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കാസർഗോട്ടുണ്ടായത് മണിക്കൂറുകൾ നീണ്ട മഴ. ശക്തമായ മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. ക്രിസ്തുമസ് പുതുവത്സര സീസൺ ആരംഭിച്ചതോടെ ട്രെയിൻ യാത്രാ ദുരിതം നേരിട്ട് മറുനാടൻ മലയാളികൾ. റിസർവ് ടിക്കറ്റ് വിറ്റ് തീർന്നതോടെ നാട്ടിലേക്ക് വരാൻ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് മലയാളികൾ വെയിറ്റിംഗിൽ തന്നെ. HVACR എംപ്ലോയീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. ആനന്ദാശ്രമം IMA ഹാളിലാണ് സമ്മേളനം നടന്നത്. കാസർഗോഡ് ജില്ലാ വ്യാപാരി വ്യവസായ സമിതി വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന കേക്ക് നിർമ്മാണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിൽ ഹെഡ്ലോഡ് ജനറൽ മസ്ദൂർ സംഘിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടും കാസർഗോഡും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. പെരുങ്കളിയാട്ടത്തിനൊരുങ്ങി തൃക്കരിപ്പൂർ രാമവല്യം കഴകം. പ്രധാന ചടങ്ങുകളുടെ തീയതികൾ തീരുമാനിക്കാനുള്ള പ്രശ്നചിന്ത നടന്നു. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.